بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم وما محمد إلا رسول قد خلت من قبله الرسل أفإن ماتوا أو قتلوا انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين. പ്രേം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും അവൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്നും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബീഉൽ അവൽ മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ മാസത്തിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളിൽ ഒന്നായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിയോഗമെന്ന് പറയുന്നത്. ഹിജ്റ 11 റബീഉൽ അവൽ 12 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തു നിന്നും വിട പറഞ്ഞിട്ടുള്ളത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പ്രവാചകൻ്റെ ജനന ദിവസത്തെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ സാധ്യമാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തു നിന്നും വിട പറയുന്നത് പ്രവാചകനായിക്കൊണ്ടാണ്. അഷ്റഫുൽ ഹൽക്കായിട്ടുള്ള മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് മുഴുവനും കാരുണ്യമായിക്കൊണ്ട് അള്ളാഹു ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയച്ച മനുഷ്യനാണ്. അദ്ദേഹമാണ് മരണപ്പെടുന്ന ആ ദിവസം കൃത്യമായി രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുണ്ട്. ജനിച്ച ദിവസത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ ഒരുപാട് അഭിപ്രായങ്ങൾ നമുക്ക് കാണാമെങ്കിലും മരണത്തിൻ്റെ ദിവസത്തെക്കുറിച്ച് കൃത്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിൽ നിന്നും വിട പറയുന്ന ആയപ്പോൾ ചില സൂചനകൾ നൽകിയതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധ്യമാകും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരു ഹജ്ജ് മാത്രമാണ് നിർവഹിച്ചിട്ടുള്ളത്. ആ ഹജ്ജിൻ്റെ നിർവഹണത്തിനിടയിൽ അറഫയിൽ വെച്ചുകൊണ്ടുള്ള പ്രവാചകന്റെ വദാഇന്റെ പ്രഭാഷണത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അയ്യുഹന്നാസ് ഇന്നി വല്ലാഹി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ യൗമി ഹാദാ ബിമക്കാനി ഹാദാ. ജനങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്നു, അല്ലാഹുവാണ് സത്യം, ഒരു പക്ഷേ ഇനി ഈ ഭൂമിയിൽ ഈ സ്ഥലത്ത് വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ കണ്ടുമുട്ടിക്കൊള്ളണമെന്നില്ല. അതേ ഹജ്ജിന്റെ വേളയിൽ തന്നെ ജംറയിൽ കല്ലെറിയുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു, യാ യുഹന്നാസ് ഖുദൂ മനാസികക്കും
ഫഇന്നീ ലാ അദ്രി ലഅല്ലി ലാ അഹുജ്ജ ബഅദ ആമി ഹാദാ. ഞാൻ നിർവഹിക്കുന്ന ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം. കാരണം ഒരു പക്ഷേ ഇനി പിന്നീട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ ഞാൻ ഉണ്ടാവുകയില്ല എന്നുള്ള കൃത്യമായ ഓർമ്മപ്പെടുത്തലുകളെല്ലാം പ്രവാചകന്റെ വിയോഗത്തിനുള്ള സൂചനകളായിരുന്നു. സാധാരണ എല്ലാ റമളാനിലും 10 ദിവസം എഅ്തികാഫിരിക്കാറുണ്ടായിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 10ാമത്തെ വർഷം 20 ദിവസം എഅ്തികാഫിലായിട്ട് നമുക്ക് കാണാൻ സാധ്യമാകും. സാധാരണ ഒരു ആവർത്തി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഖുർആനെ പരിശോധിക്കാറുണ്ടായിരുന്നുവെങ്കിൽ പ്രവാചകന്റെ മരണത്തിന് തൊട്ടു മുമ്പുള്ള ആ റമളാനിൽ 2 പ്രാവശ്യമാണ് അദ്ദേഹം ആ പരിശോധന നടത്തിയത് എന്നുള്ളതുമൊക്കെ നമുക്ക് ചരിത്രങ്ങൾ നമുക്ക് വായിക്കാൻ സാധ്യമാകുന്ന കാര്യമാണ്. മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ യമനിലേക്ക് അയക്കുമ്പോൾ പറയുന്ന ഒരു വാചകമുണ്ട്, യാ മുആദ് ഇന്നക അസാ ലാ തൽഖാനി ബഅദ ആമി ഹാദാ. എന്തൊക്കെ അവിടെ നിന്ന് പറയണമെന്നുള്ള ഉപദേശങ്ങൾ കൊടുത്തതിന് ശേഷം പറഞ്ഞു, ഒരു പക്ഷേ ഇനി ഞാൻ നിന്നെ കണ്ടുകൊള്ളണമെന്നില്ല. വലഅല്ലക അൻ തമുറ ബിമസ്ജിദി ഹാദാ വഖബ്രി. ഇനി നീ ഇതിലൂടെ വരുമ്പോൾ, ഇവിടേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ ഈ മസ്ജിദിൻ്റെയും എൻ്റെ ഖബറിൻ്റെയും അടുത്തുകൂടെ ആയിരിക്കും നീ സഞ്ചരിക്കുക, നീ നടന്നു പോവുക. ഈ വാചനങ്ങളെല്ലാം തന്നെ അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം അത് ആസന്നമായിരിക്കുന്നു എന്ന് പ്രവാചകനും സ്വഹാബത്തിനുമൊക്കെ കൃത്യമായി മനസ്സിലാകുന്ന ഒരു രൂപമുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണമായിട്ടുള്ള രോഗത്തിൻ്റെ തുടക്കമുണ്ടാകുന്നത് ഹിജ്റ 11 സഫർ മാസം 29-ാം തീയതി ഒരു തിങ്കളാഴ്ച ദിനമായിരുന്നു. പ്രവാചകൻ ബഖീഉൽ അർഖദിൽ വന്ന് ഒരു മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് പ്രവാചകന് ശക്തമായ തലവേദനയും പനിയും അദ്ദേഹത്തിന് അനുഭവപ്പെടുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അതായിരുന്നു പ്രവാചകന്റെ മരണത്തിലേക്ക് എത്തുന്ന ആ സാഹചര്യത്തിലെ രോഗത്തിന് തുടക്കമെന്ന് പറയുന്നത്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിരുന്നത്, പ്രവാചകൻ എല്ലാ ഭാര്യമാരുടെ വീടുകളിലുമായിരുന്നു താമസമുണ്ടായിരുന്നത്. ഓരോ ദിവസം ഓരോരുത്തർക്കുമായിരുന്നു നിശ്ചയിച്ചു വച്ചിരുന്നത്. മരണമടുത്തിരിക്കുന്ന സന്ദർഭത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഇണകളോട് നീതി പാലിക്കുന്ന രംഗം നമുക്ക് കാണാൻ പറ്റും. എങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നൊരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഐന അനൽ യൗം ഐന അന ഗദൻ. ഇന്ന് ഞാൻ എവിടെയാണ്, നാളെ ഞാൻ എവിടെയാണെന്ന് പ്രവാചകൻ ആവർത്തിച്ച ചോദ്യം അദ്ദേഹത്തിന്റെ ഭാര്യമാർക്ക് മനസ്സിലായി. ആയിഷ ബീവിയുടെ അടുക്കൽ നിൽക്കാൻ, ആ വീട്ടിൽ താമസിക്കുന്നതിന് വേണ്ടിയുള്ള ആഗ്രഹമാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയും മുഴുവൻ ഭാര്യമാരുടെയും പൂർണ്ണ സമ്മതത്തോടുകൂടി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ വീട്ടിലാണ് മരണത്തിന് മുമ്പുള്ള ആ ദിവസങ്ങൾ കഴിച്ചു കൂട്ടുന്നത്. ഫളൽ ഇബ്നു അബ്ബാസും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും അവരുടെ രണ്ടുപേരുടെയും കൈ പിടിച്ചുകൊണ്ട്, അവരുടെ രണ്ടുപേരുടെയും തോളിൽ കൈയിട്ടുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു പോകുന്നത്. ആയിഷ ബീവിയുടെ വീട്ടിലെത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയിഷ ബീവി ഫലഖും നാസും ഒക്കെ ഓതി പ്രവാചകന്റെ കയ്യിലേക്ക് തന്നെ ഊതിയിട്ട് പ്രവാചകന്റെ കൈ കൊണ്ട് തന്നെ പ്രവാചകന്റെ ശരീരത്തിന് തടവിക്കൊടുക്കുന്ന രംഗമുണ്ട് എന്നൊക്കെ നമുക്ക് ആ ചരിത്രങ്ങൾ നമുക്ക് വായിക്കാൻ സാധ്യമാകും. അങ്ങനെ രോഗമുള്ള അവസ്ഥയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചു കൂട്ടുന്നു. മരണത്തിന് 5 ദിവസം മുമ്പ് ഒരു ബുധനാഴ്ച ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തലയുടെ വേദനയും അതേപോലെ വയറിലുള്ള വേദനയും എല്ലാം വളരെ ശക്തമായ രൂപത്തിലേക്ക് മാറുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ വെള്ളം കൊണ്ട് തലയിൽ ഒഴിക്കാൻ വേണ്ടി പറയുകയും 7 ബക്കറ്റ് വെള്ളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിലൂടെ ഒഴിക്കുന്ന ഒരു രംഗം ഉണ്ടാവുകയും, ഇന്നത്തെ പോലെ വേറെ മെഡിസിനുകളും കാര്യങ്ങളും ഒന്നുമില്ല വേദനകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതിനുവേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൂടെ വെള്ളം ഒഴിക്കുന്ന രംഗമുണ്ടായി. അതിനുശേഷം കുറച്ച് ആശ്വാസം കിട്ടിയപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് ചെന്നുകൊണ്ട് മിമ്പറിലിരുന്നു കൊണ്ട് ചില കാര്യങ്ങൾ
തൻ്റെ അവസാന സമയമാണെന്നുള്ളത് കൊണ്ട് തന്നെ തൻ്റെ പ്രിയപ്പെട്ടവരോട് ചില ഉപദേശങ്ങൾ കൊടുക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗ്രഹിച്ചു. പ്രവാചകൻ മിമ്പറിൽ കയറിയിട്ട് പറയുന്നു, ഇന്ന അബ്ദൻ ഖയ്യറഹു അല്ലാഹു ബൈന അൻ യൂതിഹി മിൻ സഖറത്തി ദുനിയ മാ ശാഅ വബൈന മാ ഇൻദഹു. അല്ലാഹുവിൻ്റെ ഒരു അടിമ, അവൻ ദുനിയാവിനെ ചോദിക്കും, ദുനിയാവിൻ്റെ സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് ദുനിയാവിൽ അവന് ജീവിക്കാം, അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് മടങ്ങാം. അതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുവാനുള്ള അനുമതി കൊടുക്കുന്നു. ഫഖ്താറ മാ ഇൻദഹു, ആ അടിമ തിരഞ്ഞെടുത്തിരിക്കുന്നത് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് മടങ്ങാനാണ്. ഈ പ്രവാചകൻ പറഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുപോയി. കാരണം അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന് വേഗത്തിൽ മനസ്സിലായി ഇവിടെ അടിമ എന്ന് പറഞ്ഞിരിക്കുന്നത് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള തീരുമാനത്തിലാണ്. പ്രവാചകന്റെ മരണം ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന കൃത്യമായ ബോധ്യം അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണീരണിയിപ്പിച്ചു. പ്രവാചകൻ അവിടുന്ന് വീണ്ടൊരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, അതിന്റെ ആശയം മാത്രം പറയാം, എനിക്ക് അബൂബക്കറിനെ ഏറെ ഇഷ്ടമാണ്. അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സുഹൃത്താക്കിയതുപോലെ ഈ ദുനിയാവിൽ തന്നെ എനിക്ക് ആരെയെങ്കിലും സുഹൃത്താക്കുവാൻ പറ്റുമായിരുന്നുവെങ്കിൽ, എനിക്ക് എന്നെ സുഹൃത്തായി തെരഞ്ഞെടുക്കാൻ പറ്റുമായിരുന്നുവെങ്കിൽ ഞാൻ അബൂബക്കറിനെ തെരഞ്ഞെടുക്കുമായിരുന്നു എന്ന് ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും നമുക്ക് ആ ചരിത്രത്തിൽ കാണുവാൻ സാധ്യമാകുന്നുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ ആ ഒരു ബുധനാഴ്ച ദിവസം പ്രവാചകൻ ചില കാര്യങ്ങൾ കൂടി ഉപദേശമായി കൊണ്ട് നൽകുന്നുണ്ട്. പ്രവാചകന്റെ വസിയത്താണ് മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ടുന്ന വസിയത്താണ്. നമുക്കറിയാം, നമ്മുടെ വാപ്പമാർ തന്നെ ഒരു വസിയത്ത് പറയുകയാണെങ്കിൽ നമ്മൾ അത്ര ജാഗ്രതയോടുകൂടി നമ്മളത് കേൾക്കുകയും മരണസമയത്തുള്ള ഉപദേശത്തിനെ പരമാവധി നമ്മൾ പാലിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചുകൊണ്ട് രണ്ട് ഉപദേശമാണ് പ്രധാനമായും കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തത് നബി സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്വഫു മാ അഖാഫു അലൈക്കും മാ യുഖ്രിജുല്ലാഹു ലക്കും മിൻ സഖറത്തി ദുനിയ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, എൻ്റെ ഉമ്മത്തിൽ ഞാൻ ഏറെ ഭയപ്പെടുന്ന കാര്യമെന്ന് പറയുന്നത് ദാരിദ്ര്യം ഉണ്ടാവുക എന്നുള്ളതല്ല, നിങ്ങൾ പട്ടിണിയിലാണ് എന്നുള്ളതല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഭൗതികമായ തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമെന്നുള്ളതല്ല. നേരെ മറിച്ച് നിങ്ങൾക്ക് ദുനിയാവിലെ വിഭവങ്ങൾ വർദ്ധിക്കുക എന്നുള്ളതാണ് ഞാൻ ഭയപ്പെടുന്നത്. ഭൂമിയിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ വർദ്ധിക്കുക എന്നുള്ളതിനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ തൊട്ട് ഭയപ്പെട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ആലോചിക്കേണ്ട വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സാമ്പത്തികമായി ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചവരുണ്ട്. ആരോഗ്യം കൊണ്ട് അനുഗ്രഹങ്ങൾ ലഭ്യമായവരുണ്ട്. അധികാരമുള്ളവരുണ്ട്. പ്രിയമുള്ളവരെ, അറിഞ്ഞു വെക്കുക, നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ മേൽ ഭയപ്പെട്ടത് ഈ അധികാരവും ഈ സമ്പത്തും അതേപോലെ തന്നെ ഈ ആരോഗ്യവും ഒക്കെ തന്നെയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാം, നിങ്ങൾ ഈ സമ്പത്തിന്റെ അധികാരമാണ് നമ്മളെ അള്ളാഹുവിലേക്ക് അടുക്കുന്നതിൽ നിന്ന് നമ്മളെ പിന്നോട്ട് വലിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചുകൊണ്ട് ഏകനായ റബ്ബിന്റെ മാത്രം സുജൂദുകൾ അർപ്പിക്കുകയും അത് സമർപ്പിക്കുകയും അതാണ് തന്റെ വിശ്വാസത്തിന്റെ അടിത്തറയെന്ന് കൃത്യമായ ബോധ്യമുള്ള മുസ്ലിം ഉമ്മത്ത് ബഹുദൈവ ആരാധനകൾക്ക് അതിന്റെ കൂടെ ഭാഗമാവുകയും അതിന്റെ മുൻപന്തിയിൽ നിൽക്കുകയും അതിനുവേണ്ടിയുള്ള പണം ചെലവഴിക്കുകയും അതിനുവേണ്ടി വേഷം കെട്ടുകയും കോലം കെട്ടുകയും ചെയ്യുന്നവർ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ വസിയത്തിനെ കുറിച്ച് ഗൗരവമായി ആലോചിക്കണം. എന്തേ നമ്മൾ ഇത്രയേറെ ദീനിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തനങ്ങൾ ചെയ്തതെന്ന് അറിയുമോ? നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? എന്തേ കാരണം? ഒന്നുമില്ല. എനിക്ക് സമ്പത്തുണ്ടോ, പിന്നെ ഞാൻ ആരെ കാക്കണം, പിന്നെ ഞാൻ ആരെ പരിഗണിക്കണം, പിന്നെ ഞാൻ ആരെയാണ് അന്വേഷിക്കേണ്ടത്, ആരുടെ വാചകത്തിലാണ് ഞാൻ ചെവി കൊടുക്കേണ്ടതെന്നുള്ള കിബറിന്റെ ചിന്തയിൽ നിന്നും മാത്രമാണ് ദീനിന്റെ നിയമങ്ങൾ ഇത്രയേറെ മറ്റു മതങ്ങളുടെ ആഘോഷങ്ങള്, മറ്റുള്ള മതങ്ങളുടെ വിശ്വാസങ്ങളും ഒക്കെ പേറാനും അതിന് മുൻപന്തിയിൽ നിൽക്കുന്ന അവസ്ഥയിലേക്കൊക്കെ നമ്മൾ എത്തുവാനും അത് സർവ്വസാധാരണമായി. എനിക്കറിയാം, ഞാൻ ഈ പറയുന്ന വാചകങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനോ വികൃതമാക്കാനോ ഉദ്ദേശിക്കേണ്ടതില്ല.
ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തും. ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് നമ്മുടെ വിശ്വാസത്തിനെ ഏതു സമയത്തും മുറുകെ പിടിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് ഇസ്ലാം പറഞ്ഞതാണ്. ഇസ്ലാം നമ്മളോട് ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. മനുഷ്യ സൗഹാർദ്ദത്തെയാണ് ഇസ്ലാം എവിടെയും പരിചയപ്പെടുത്തുന്നത്. മനുഷ്യന്മാരോട് ഏറ്റവും നല്ല രീതിയിൽ ഇടപാടുകൾ നടത്തണം. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് ഭക്ഷണം കഴിക്കരുത് എന്ന് പഠിപ്പിച്ച ഇസ്ലാം അവിടെ മതം നോക്കണമെന്ന് പറഞ്ഞിട്ടില്ല. നമ്മുടെ നാട്ടിലുള്ള ദുരിതമനുഭവിക്കുന്ന സഹോദരനെ സഹായിക്കുമ്പോൾ അവന്റെ മതമല്ല നമ്മൾ നോക്കേണ്ടത്. നേരെ മറിച്ച് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളാകുമ്പോൾ, മതവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളാകുമ്പോൾ, ഓരോ മതങ്ങൾക്കും അവരുടെ വിശ്വാസമുണ്ട്. അതിനെ നമ്മൾ ബഹുമാനിക്കണം. അവർക്കത് അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള അവകാശമുണ്ട്. അതിനെതിരെ നമ്മൾ സംസാരിക്കേണ്ടതില്ല, അതിനെതിരെ നമ്മൾ പറയേണ്ടതില്ല. പക്ഷേ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ഏകനായ റബ്ബിന് മുമ്പിൽ ഏകനായ അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുക, ഏകനായ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥനകൾ നടത്തുക. അതല്ലാത്ത വേറെ ഒന്നും ദൈവമില്ല എന്നുള്ള പ്രഖ്യാപനമാണിത് യഥാർത്ഥ മുസ്ലിം എന്നാണ്. പക്ഷെ നമുക്കെന്താണ്, നേരത്തെ പറഞ്ഞതുപോലെ ദുനിയാവിന്റെ ആധിക്യം കാരണം സമ്പത്ത് കുറെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ പ്രത്യേകമായി ഈ ദിനത്തിലേക്ക് പ്രത്യേകമായി നമ്മുടെ മക്കൾക്ക് വേഷം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഭാര്യമാർക്ക് നമ്മൾ വേഷം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ സമ്പത്തിന്റെ ആധിക്യമാണ്. ഞാൻ സാന്ദർഭികമായി പറഞ്ഞെന്ന് മാത്രം. അള്ളാഹുവിന്റെ റസൂൽ നമ്മളിൽ ഭയപ്പെട്ടതും അതുതന്നെയാണ്. ഭയപ്പെട്ടത് പട്ടിണി കിടന്നുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് മരിക്കുമെന്നുള്ള കാര്യത്തിലല്ല പ്രവാചകന്റെ ഭയം ഉണ്ടായിരുന്നത്. പ്രവാചകന്റെ ഭയം എന്ന് പറയുന്നത് നിങ്ങളുടെ ധനത്തിലുള്ള ആധിക്യമാണ്, ഭക്ഷണത്തിലുള്ള ആധിക്യമാണ്. ഈ ആധിക്യം നിങ്ങൾ തെമ്മാടിത്തരങ്ങളിലേക്കും തോന്നിവാസങ്ങളിലേക്കും കിബറിന്റെ ആളുകളും ഒക്കെ ആക്കിയിട്ട് നിങ്ങളെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ടാമതായി അള്ളാഹുവിന്റെ പ്രവാചകൻ കൊടുക്കുന്ന ഉപദേശം എന്താ പറയുന്നത്? ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ. നസാറാക്കളെയും യഹൂദികളെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയുന്നത്? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. അവർ ചെയ്തത് അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധനാ സ്ഥലങ്ങളാക്കി മാറ്റി. അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ അവിടെ അലങ്കരിക്കപ്പെടുന്നു, പൂകൊണ്ട് അലങ്കരിക്കപ്പെടുന്നു, പച്ചവസ്ത്രങ്ങളെ കൊണ്ട് അലങ്കരിക്കപ്പെടുന്നു, വെളിച്ചം ലൈറ്റുകളെ കൊണ്ട് അലങ്കരിക്കപ്പെടുന്നു. ആ അലങ്കാരങ്ങൾ വെക്കുകയും അവിടെ പ്രാർത്ഥനകൾ നിർവഹിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അതായിരുന്നു അവർക്ക് ശാപമുണ്ടാകുവാനുള്ള കാരണം. നമ്മൾ വെറുതെ ആലോചിച്ചു നോക്കേണ്ടതുണ്ട്. ഇന്നും പല സ്ഥലങ്ങളിലും പല മക്ബറകളിലും ഈ പറഞ്ഞതുപോലെയുള്ള പലതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് പ്രവാചകന്റെ വസിയ്യത്തിലേക്ക്, പ്രവാചകന്റെ വസിയ്യത്തുകളെ ശ്രദ്ധിക്കേണ്ടതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇന്ന് ഇല്ലാത്ത പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടുന്ന, അല്ലെങ്കിൽ നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ടുന്ന വിഷയത്തെ നമ്മൾ മറന്നുപോയി. നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ആലോചിക്കുന്നത് ഈ ജന്മദിനവുമായി പ്രവാചകനോ സ്വഹാബത്തോ ഒന്നും കാണിക്കാത്ത ഈ പ്രവർത്തനങ്ങൾ മുടുക്കുക എന്നതിലേക്ക് മാറിപ്പോയി എന്നുള്ളതാണ് സത്യം. എന്നാൽ പ്രവാചകന്റെ ഈ വസിയത്തുകൾ നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഐദ. എന്റെ ഖബറിനെ ഒരു ആരാധനാ സ്ഥലമാക്കരുത്. ആരാധിക്കപ്പെടുവാനും അലങ്കരിക്കപ്പെടുവാനും ആഘോഷിക്കപ്പെടുവാനും ഏതെങ്കിലും ഒരു മയ്യത്തിന് അവകാശമുണ്ടായിരുന്നുവെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതല്ലേ? എങ്കിൽ ആ പ്രവാചകൻ പറയുന്നു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. എൻ്റെ ഖബറിനെ നിങ്ങൾ എന്തു ചെയ്യരുത്? ആരാധനാ സ്ഥലമാക്കാൻ പാടില്ല. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതേപോലെ എൻ്റെ ഖബറിനെ നിങ്ങൾ ഒരു ഉത്സവ സ്ഥലമാക്കുവാൻ പാടില്ല എന്നും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമോട് പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രവാചകന്റെ വസിയത്തുകളെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. മരിക്കുന്നതിന് മുമ്പുള്ള ആ വ്യാഴാഴ്ച ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സ്വഹാബത്തിന് കൊടുക്കുകയുണ്ടായി. ആ ഉപദേശങ്ങളിൽ ഏറ്റവും പ്രധാനമായിരുന്നു നമസ്കാരം എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസം, വ്യാഴാഴ്ച ദിവസം നല്ല ശക്തമായ രോഗമുണ്ട്. എന്നിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ് സുബഹിക്കും ളുഹറിനും അസറിനും മഗ്രിബിനും ഇമാം എന്നത് മദീന പള്ളിയിൽ. ഇശാ സമയമായി, നമസ്കാരത്തിന് സമയമായപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസം അനുഭവപ്പെട്ട് അദ്ദേഹം ബോധരഹിതനായിട്ട് വിടുകയാണ്. കുറച്ചു കഴിഞ്ഞ് വെള്ളമൊക്കെ ഒഴിച്ച് പ്രവാചകൻ ബോധം തെളിഞ്ഞു വരുമ്പോൾ പ്രവാചകൻ ചോദിക്കും, ഉസല്ലിന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ? ആയിഷ ബീവി പറഞ്ഞു, ലാ ഹും യന്തദുറൂനക, അവർ നിങ്ങളെ കാത്തിരിക്കാണ്. അങ്ങനെ പ്രവാചകൻ നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ എണീക്കും, വീണ്ടും ബോധം കെട്ടു വീഴും.
വീണ്ടും വെള്ളമൊഴിക്കും. അങ്ങനെ 3 തവണ ആവർത്തിക്കുന്നു. പ്രവാചകന് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനോട് ഇമാമായി കൊണ്ട് നിൽക്കാൻ വേണ്ടി പറയുന്ന രംഗമുണ്ടാകുന്നു. പിന്നീട് ഉമർ റളിയല്ലാഹു തആല അൻഹു തന്നെയാണ് ഇമാമായിട്ട് നിന്നത്. അത് പ്രവാചകന് ശേഷം ഖലീഫയായി തെരഞ്ഞെടുക്കാൻ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ തെരഞ്ഞെടുക്കണമെന്നുള്ളൊരു സൂചന കൂടി ആ ഒരു പ്രവാചകന്റെ തീരുമാനത്തിൽ ഉള്ളതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധ്യമാകുന്നുണ്ട്. മരണത്തിന് തൊട്ടു മുമ്പുള്ള ശനിയാഴ്ച ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണീക്കുവാൻ പോലും കഴിയാത്ത പ്രയാസം അനുഭവിക്കുന്ന ഒരു രംഗമുണ്ട്. വഹറിന്റെ സമയത്ത് കുറച്ചൊരാശ്വാസം കിട്ടിയപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെയും അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെയും രണ്ടുപേരുടെയും തോളിൽ കൈയിട്ടുകൊണ്ട് പള്ളിയിലേക്ക് പോവുകയാണ്. വഹറിന്റെ നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവാണ് ഇമാമായിട്ട് നിൽക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത് കണ്ട് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പിന്നോട്ട് വലിയാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ പ്രവാചകൻ തടഞ്ഞു. പ്രവാചകൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ തൊട്ടടുത്ത് കസേര ഇട്ടുകൊണ്ട് പ്രവാചകൻ അവിടെ ഇരിക്കുന്ന ഒരു രംഗമാണ്. ഇരുന്നു കൊണ്ടാണ് പ്രവാചകൻ ആ നിസ്കാരം പൂർത്തിയാക്കിയത് നമുക്ക് കാണാൻ സാധ്യമാകും. മരിക്കുന്നതിന് തൊട്ട് തലേ ദിവസം ഞായറാഴ്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കയ്യിലുണ്ടായിരുന്ന ദീനാറുകൾ മുഴുവനും ധർമ്മം ചെയ്തു. അവിടെയുള്ള പാവങ്ങൾക്ക് അദ്ദേഹം ധർമ്മം ചെയ്തു. അതേപോലെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന വാളും ഉപകരണങ്ങളും ഒക്കെ മുസ്ലിങ്ങളായ ആളുകൾക്ക് അത് അദ്ദേഹം കൊടുത്തു. അതേപോലെ പക്ഷെ അന്ന് ആ ധർമ്മം ചെയ്ത ആ രാത്രിയിൽ അന്ന് ആയിഷ ബീവിയുടെ വിളക്കിൽ എണ്ണയൊഴുക്കുവാൻ വേണ്ടി, ആ വീട്ടിലെ വിളക്കിൽ എണ്ണയൊഴുക്കുവാൻ വേണ്ടി അയൽവാസിയിൽ നിന്നും കടം വാങ്ങേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആലോചിങ്ങൾ അതൊക്കെ വല്ലാത്തൊരു നമ്മളെ ചിന്തിപ്പിക്കേണ്ടുന്ന ഓരോ കാര്യങ്ങളാണ്. അങ്ങനെയാണ് പ്രവാചകന്റെ മരണത്തിന്റെ തലേ ദിവസം കടന്നു പോകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചത് തിങ്കളാഴ്ച ദിവസമാണ്. സുബ്ഹി നിസ്കാരം അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പള്ളിയിലെ ചേർന്നുകൊണ്ട് തന്നെയാണ് ആയിഷ ബീവിയുടെ വീടുള്ളത്. അവിടെ നിന്ന് പ്രവാചകൻ ആ ജനലിലൂടെ ഒന്ന് പുറത്തേക്ക് നോക്കി. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള സ്വഹാബത്ത് വരിയായി സഫിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നത് കൺകുളർക്കെ കണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പുഞ്ചിരിച്ചു. സന്തോഷത്തോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്കണം. ആ പുഞ്ചിരിക്കുന്നത് കണ്ട് സ്വഹാബികൾ വിചാരിച്ചു പ്രവാചകൻ ഇപ്പോൾ വരും. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആംഗ്യം കാണിച്ചു. അബൂബക്കറിനോട് നിസ്കാരം തുടരുവാൻ വേണ്ടി ആംഗ്യം കാണിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കർട്ടൻ നീക്കുകയും വാതിൽ അടക്കുകയും ചെയ്തു. വീട്ടിൽ തന്നെയാണ് പിന്നീട്. അങ്ങനെ പ്രവാചകൻ ആ സുബ്ഹിന്റെ സമയവും കഴിഞ്ഞുപോയി. പിന്നെ പ്രവാചകൻ നിസ്കരിച്ചിട്ടില്ല. കാരണം ളുഹറിന് മുമ്പായിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ഈ ദുനിയാവിനോട് വിട പറഞ്ഞിട്ടുണ്ട്. ഒരു ളുഹാ സമയത്ത്, ഒരു 10 മണി സമയത്ത് ആണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്. അതിനു മുമ്പ് ഒരുപാട് രംഗങ്ങളുണ്ട്. അതിൽ ഫാത്തിമ ബീവിയെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് അടുത്തേക്ക് വിളിച്ചുകൊണ്ട് 2 കാര്യങ്ങൾ പറയുന്നുണ്ട് ഫാത്തിമയോട്. ആദ്യത്തെ കാര്യം കേട്ടപ്പോൾ ഫാത്തിമ ബീവി സങ്കടപ്പെട്ടു. രണ്ടാമത്തെ കാര്യം കേട്ടപ്പോൾ ഫാത്തിമ ബീവി ചിരിച്ചു. ആയിഷ ബീവി പിന്നീട് ചോദിക്കുന്നുണ്ട്, എന്തിനാ നിങ്ങൾ ആദ്യം ചിരിച്ചത്? പറഞ്ഞു, പാപ്പ എന്നോട് അടുത്തേക്ക് വിളിച്ചുകൊണ്ട് ആദ്യം പറഞ്ഞത്, ഫാത്തിമ ഈ വേദനയുണ്ടല്ലോ, ഈ വേദനയുടെ അവസാനം എൻ്റെ മരണമാണ് ഉണ്ടാവുക. ഈ വേദനയോടുകൂടിയാണ് ഞാൻ മരണപ്പെടുക, ഈ രോഗത്തോടു കൂടിയാണ് ഞാൻ മരണപ്പെടുക. അപ്പോഴാണ് സങ്കടപ്പെട്ടത്. പിന്നെന്തേ സന്തോഷിച്ചതെന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ, എൻ്റെ കുടുംബത്തിൽ നിന്നും ആദ്യമായി ഈ ലോകത്ത് നിന്ന് വിട പറയുക, മരണപ്പെടുക ഫാത്തിമ നീയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ചിരിച്ചത് എന്ന് ഫാത്തിമ ബീവി പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആ സമയത്ത് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വേദന കടിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അബ്ദുറഹ്മാൻ ബിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ പിന്നെ അബ്ദുറഹ്മാന്റെ കയ്യിൽ ഒരു മിസ്വാക്ക് കാണുകയാണ്. പ്രവാചകന്റെ നോട്ടം ആ മിസ്വാക്കിലേക്ക് പോയപ്പോൾ മനസ്സിലായി മിസ്വാക്ക് കൊണ്ട് പല്ലു തേക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്ന്. ആ അബ്ദുറഹ്മാൻ അടുക്കൽ നിന്നും ആ മിസ്വാക്ക് വാങ്ങിയിട്ട് ആ മിസ്വാക്കിനെ ആയിഷ ബീവി കല്ലുകൊണ്ട് പിന്നെ കടിച്ച് അതിനെ നല്ല രൂപത്തിൽ പതയുള്ള രൂപത്തിലാക്കിയിട്ട് അള്ളാഹുവിന്റെ റസൂലിന് മിസ്വാക്ക് ചെയ്തു കൊടുക്കുന്ന രംഗവും നമുക്ക് പ്രവാചകന്റെ മരണത്തിന് തൊട്ടു മുമ്പുള്ള ആ സമയത്തും ആ സന്ദർഭത്തിൽ നമുക്ക് കാണാൻ സാധ്യമാകും. ആ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പ്രവാചകന്റെ വേദന, അങ്ങേയറ്റത്തെ വേദനയോടും പ്രയാസവും ഉണ്ടാകുന്ന ഒരു രംഗമാണ്. അപ്പോൾ ഫാത്തിമ ബീവി പറയുന്നുണ്ട്, വല്ലാത്ത വേദനയുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഫാത്തിമ ബീവിയോട് പ്രവാചകൻ പറയുന്നുണ്ട്, ഈ ഉപ്പാന്റെ വേദന, ഈ ഒരു വേദനയോടുകൂടി ഉപ്പാന്റെ എല്ലാ വേദനയും അവസാനിച്ചു എന്ന വാക്കുകൂടി അതേ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി കൊണ്ട് നമുക്ക് കാണുവാൻ സാധ്യമാകും. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം അവസാനം പ്രാർത്ഥനകളോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ധാരാളമായി
ഉരുവിട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നൽ മൗത സക്രാത്ത് സുമ്മ നസബ യദഹു ഫജഅല യഖൂലു ഫി റഫീഖിൽ അഅലാ അല്ലാഹുമ്മ അഗ്ഫിർ ലി വർഹംനി വഅൽഹിഖ്നി ഫി റഫീഖിൽ അഅലാ എന്ന വാചകത്തെ ഉച്ചരിച്ചുകൊണ്ട് ഉരുവിട്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ധാരാളമായി ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ഈ ലോകത്തു നിന്ന് വിട പറയുന്ന രംഗമാണ് നമുക്ക് കാണാൻ സാധ്യമാകുന്നത്. പ്രിയമുള്ളവരെ, ആ റസൂലിനെ സ്വർഗത്തിൽ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ നാളെ ഹൗദുൽ കൗസറിൽ നിന്നും വെള്ളം കൊടുക്കുമ്പോൾ ആ വെള്ളം വാങ്ങി കുടിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ഹൗദുൽ കൗസറിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ വെള്ളം തരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കർമ്മങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂലിന് ഇഷ്ടമില്ലാത്ത ഒന്നും ഉണ്ടാകരുത് എന്നുള്ളതാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിന് തൃപ്തിയുള്ള അവൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അള്ളാഹുവിനെ സൂക്ഷിക്കണം, അവൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മരണമെന്ന് പറയുന്നത് വലിയ ഒരു ഉപദേശകനാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കലൊരു ഖുതുബ നടത്തുന്നതിന് വേണ്ടി, ഒരു ഉപദേശം കൊടുക്കാൻ വേണ്ടി മിമ്പറിലേക്ക് കയറുമ്പോൾ ഒരു സ്വഹാബി അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇന്നയാൾ മരണപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം മിമ്പറിൽ കയറിയിട്ട് ഒരൊറ്റ വാചകം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് മതി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉപദേശമായിട്ട്. മരണങ്ങളൊക്കെ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇട്ടുതരുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണല്ലോ നമ്മളിൽ നിന്നും നമ്മുടെ കൂടെ നടന്നിരുന്ന പ്രിയപ്പെട്ട മുഹമ്മദ് നിഫാൽ നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോയത്, ഷാജുഖാൻ അമ്മോൻ. സത്യത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങൾ മുഴുവൻ രക്ഷിതാക്കളോടും കൂടി പറയണമെന്ന് എനിക്ക് തോന്നാണ്. തൻ്റെ കയ്യിൽ നിന്നും കൈവിട്ടു പോകുന്നു എന്ന് ബോധ്യമായ സമയമായിരുന്നു അതൊക്കെ. ആ സന്ദർഭത്തിൽ ചോദിക്കുന്നുണ്ട്, എൻ്റെ മകൻ സ്വർഗം കിട്ടുമല്ലോ അല്ലേ ഉസ്താദേ? എൻ്റെ മകൻ സ്വർഗത്തിന് അവകാശിയാവുമല്ലോ അല്ലേ? കുറച്ച് കാലമല്ലേ ഉള്ളൂ, 22 വയസ്സ് എന്ന് പറഞ്ഞാൽ ബുദ്ധി വന്നതിന് ശേഷമുള്ള കുറച്ച് കാലമേ ഉള്ളൂ. അത് ഓരോ പിതാവിൻ്റെയും ഒരു ആദിയാണ്. നമ്മൾ മക്കളെ പല വിധത്തിലും ഉയർന്ന തലങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അവൻ പഠിച്ച സർട്ടിഫിക്കറ്റുകളോ അവൻ നേടിയെടുത്തുള്ള മറ്റ് ബിരുദങ്ങളോ ഒന്നും യാതൊരു ഉപയോഗവുമില്ലാതെ നിസ്സഹായതയോടുകൂടി നിൽക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഉള്ളത്, ഇനിയുള്ളത് ഖബറിലേക്ക് വെക്കാൻ നമുക്കുള്ളത് അവിടെ സുഖമാവുമല്ലോ എന്നൊരു ചോദ്യമാണ്, ഒരു ചിന്തയാണ്. ജീവിച്ചിരിക്കുന്ന നമ്മളാണത് ചോദിക്കേണ്ടത്. ജീവിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മളെ മക്കളെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം, നമ്മളെക്കുറിച്ചും നമ്മൾ ആലോചിക്കണം. ഈ ഒരു സന്ദർഭത്തിൽ തന്നെ ഈ ഖബറിലേക്ക് ഇറക്കി വെച്ചാൽ എനിക്ക് എന്താണ് അവിടെ ഉണ്ടാവുക? അല്ലാതെ നമ്മൾ മരിച്ചടക്കുമ്പോൾ പ്രിയപ്പെട്ടവരോ കൂട്ടുകാരോ കുടുംബങ്ങളോ ഒന്നും അത് ആലോചിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടും എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളോടും രക്ഷിതാക്കളോടും ഒക്കെ ഗൗരവത്തോടുകൂടി, എന്നോടടക്കം ബോധ്യത്തോടുകൂടി ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രിയമുള്ളവരെ, ഏതു സെക്കൻഡിലും ഏതു രൂപത്തിലും മരണം വരും. അങ്ങനെ ഒരു മരണം നമ്മുടെ മുമ്പിലേക്ക് വരപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ മയ്യത്ത് മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾക്ക് ഇമാമ് നിൽക്കേണ്ട അവസ്ഥ വരുമ്പോൾ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വലിയ താങ്ങാൻ പറ്റാത്ത പരീക്ഷണങ്ങളൊന്നും തരല്ലേ എന്നുള്ള പ്രാർത്ഥനകൾ നമ്മളിൽ ഉണ്ടാകണം. അങ്ങനത്തെ സാഹചര്യം വരുമ്പോഴും സമാധാനത്തോടുകൂടി നിർഭയത്വത്തോടുകൂടി അവന് കൊടുക്കേണ്ട അറിവ് ഞാൻ കൊടുത്തിട്ടുണ്ട്, അവനെ പഠിപ്പിക്കേണ്ടത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടുന്ന, ഖബറിൽ രക്ഷപ്പെടാൻ വേണ്ടുന്ന കർമ്മങ്ങൾ അതിനെക്കുറിച്ച് അവനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയാൻ സാധ്യമാകുന്ന രക്ഷിതാക്കളായിട്ട് നമ്മൾ മാറണം. അതൊരു ചിന്തയാണ്. ആ ചിന്തകൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലും ഹൃദയത്തിലും ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ട സഹോദരൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അദ്ദേഹത്തിന് ക്ഷമിക്കാൻ, വിഷയത്തിൽ സഹിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും ശുഹദാക്കളുടെയും അമ്പിയാക്കളുടെയും കൂടെ നമ്മളെല്ലാവരെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ.
പ്രിയമുള്ളവരെ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പല ആളുകളുമുണ്ട്. പ്രത്യേകമായി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവർ, അവരുടെ രോഗങ്ങൾക്ക് നീ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. നമ്മുടെ നജീറിൻ്റെ പിതാവ് പ്രയാസപ്പെട്ടുകൊണ്ട് ഐസിയുവിലാണുള്ളത് എന്ന് അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوة يا خالق الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وصحبه أجمعين.